ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി നമ്മൾ ഒരു ചിന്തയിൽ തുടരുകയാണ്. അത് ജയകരമായ ജീവിതത്തെക്കുറിച്ചാണ്. എന്നോട് പലരും പറഞ്ഞൊരു കമൻറ്റ് ഞാൻ പറയട്ടെ. ബ്രദർ, റെഗുലറായി ഞങ്ങൾ കേട്ടതിന് ശേഷം എൻ്റെ മൈൻഡ് ഇപ്പോൾ തോൽവി ചിന്തിക്കാതെ ആയി തുടങ്ങി എന്ന് പലരും എന്നോട് പറഞ്ഞു. അതെനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഒരാൾ ജയം മാത്രം ചിന്തിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു വാചകം പറയട്ടെ. ഈ വരുന്ന ജനറേഷൻ തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുന്ന ജനറേഷൻ ആയിരിക്കും. തകർന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ കൊച്ചുങ്ങൾ അനുസരണക്കേട് കാണിക്കുമ്പോഴേ നമുക്ക് അവരെ അനുസരിപ്പിക്കണമെന്ന് തോന്നാറുണ്ട് അല്ലേ? രണ്ടടി കൊടുത്ത് അവരെ എന്ത് ചെയ്യാൻ തോന്നും? പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം പറയട്ടെ. ഈ അനുസരണക്കേട് എന്ന് പറയുന്നേക്കാൾ വലുത് ആ കുഞ്ഞുങ്ങളുടെ മേലൊരു പ്രത്യേക വാഴുന്നൊരു നേച്ചറുണ്ട്. ഞാൻ പറഞ്ഞതേ ശരിയുള്ളൂ എന്ന് പറയുന്ന ഒരു നേച്ചർ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇല്ലാത്തൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് സർവ്വ മനുഷ്യകുലത്തിന് മേലുള്ള അനുഭവം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ സകലത്തിന്റെ മേൽ വാഴാനാ സൃഷ്ടിച്ചേ. അപ്പോ ആ വാഴുന്ന അനുഭവം പിശാചിനാൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് അത് അനുസരണക്കേടായി തീർന്നത്. പുള്ളിക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നു? അതായത് ദൈവം സകലത്തിന് മേൽ വാഴാനാ ദൈവം നമ്മളെ വിളിച്ചത്. പക്ഷെ ആ വാഴുന്ന അനുഭവം ആരാൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങി? സോ ഞാൻ പറയുന്നത് ശരിയാണ്, ഞാൻ പറയുന്നത് തെറ്റല്ല എന്ന് പറയുന്ന നേച്ചർ, അതിനെ ആരെടുത്തതാണ്? വാസ്തവത്തിൽ പിശാച് കയ്യിലെടുത്തോ? പക്ഷെ നേച്ചർ ആരുടെയാ? ദൈവത്തിൻ്റെയാ. വാഴുന്ന നേച്ചർ. അത് സകലത്തെയും പിടിച്ചടക്കണം എന്ന് പറയുന്ന ഒരു നേച്ചർ. അതിനെ ആര് ഡൊമൈൻ ചെയ്തെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ജയാളിയായി ജീവിക്കാനാണ്. നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് ആ മെസ്സേജിലേക്ക് പോകാം. യോഹന്നാന്റെ ലേഖനം എടുക്കാം. 5-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാം. പറഞ്ഞേട്ടെ. 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും വായിച്ചേട്ടാ മോനെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനും നിങ്ങൾ എന്ത് ചെയ്തേ ഒക്കത്തുള്ളൂ? അതിനോട് അടുത്ത വാചകം ഞാൻ പറഞ്ഞു തുടങ്ങി. ഇങ്ങനെയാ പറഞ്ഞത്, ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ. അതിന് ഞാനൊരു കൗണ്ടറായി ഒരു വാചകം പറഞ്ഞു. ഈ ഭൂമിയിൽ നടക്കുന്ന ഒന്നും എല്ലാം, ഭൂമിയിൽ നടക്കുന്ന എല്ലാം എന്തല്ല? ദൈവത്തിന് ഇഷ്ടമാകണമെന്നില്ല. അപ്പൊ എൻ്റെ ലൈഫിലേക്ക് വരേണ്ടത് ദൈവഹിതമാണ് എങ്കിൽ അതിലേക്ക് ഒന്ന് കടത്തോട്ടാൽ പ്രശ്നമാവും. ഓക്കെ. അപ്പൊ ഈ ലോകത്തിൽ നടക്കുന്നത് പലതും എന്തല്ല? ദൈവഹിതമല്ല. ഈ ലോകത്തിൽ പിശാചിന്റെ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞേ. എന്നാൽ ദൈവം ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് പിശാചിന്റെ സിസ്റ്റത്തിൽ ജീവിക്കാനല്ല. ഇപ്പൊ വേദപുസ്തകത്തിൽ ഇയ്യോബ് പറയുമ്പോൾ ഒരു വാചകം പറയുന്നുണ്ട്, മകൈരമേ എൻ്റെ മേൽ നിനക്ക് എന്താ കാര്യമുള്ളത്? കാർത്തികയെ എൻ്റെ മേൽ നിനക്ക് എന്താ കാര്യമുള്ളത്? അപ്പൊ സത്യത്തിൽ ക്രിസ്ത്യാനിയുടെ മുമ്പിൽ പൂച്ച കുറുക്കിയാടിയാൽ ക്രിസ്ത്യാനിക്ക് വലുതാവുമോ? ക്രിസ്ത്യാനിക്ക് പൂച്ച കുറുക്കിയാടിയെന്നേ ഉള്ളൂ. എന്നിട്ട് കാല് കെട്ടി പൂച്ചയ്ക്ക് വല്ല കേടും വരുന്നേ ഉള്ളൂ. നമുക്ക് വല്ല കേടും വരുമോ? പക്ഷെ പൂച്ച കുറുക്കിയാടിയാൽ പ്രശ്നം വരുമെന്ന് ചിന്തിക്കുന്നതുകൊണ്ട്, സമയം ചിന്തിക്കുന്നതുകൊണ്ട്. ചില ആളുകൾ പറയും, ഇന്ന സമയത്ത് എന്നോട് ചില ആളുകൾ പ്രാർത്ഥിക്കാനെ അല്ലെങ്കിൽ എന്താ പറയാ, വീട് കുറ്റിയടിക്കാൻ, പാലുകാച്ചിൽ നടത്താൻ, ഹൗസ് ഇന്ന സമയത്തിന്റെ ഇടയിൽ വരണമെന്ന് പറയും. ഞാൻ തെറ്റിച്ചേ പോവും. പിന്നെ അങ്ങനെ വിളിച്ചവരുടെ വീട്ടിൽ പോകാനും ചാൻസ് കുറവാണ്. കാരണം എന്താ? അത് നല്ല സമയം ചീത്ത സമയമാണ്. ഈ നല്ല സമയം ചീത്ത സമയം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അറിയാം. ചീത്ത സമയം അല്ലെങ്കിൽ പിശാച് വാഴുന്ന സമയവും, നല്ല സമയം പിശാച് വാഴാത്ത സമയമാണ്. അപ്പൊ സത്യത്തിൽ പിശാച് വാഴാത്ത സമയത്ത് ചെന്ന് കയറിയാലേ ആ വീട് എന്ത് ചെയ്യത്തുള്ളൂ? ഞാൻ എവിടെ നിന്ന് ചിന്തിച്ചു, കർത്താവേ, അപ്പോ ആരുടെ സിസ്റ്റത്തിലാണ് ഞാൻ ഓടേണ്ടത്?
പിശാച് അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണോ വേണ്ടത്? എന്റെ സമയത്ത് എന്റെ ജീവിതം നയിക്കപ്പെടുകയാണോ വേണ്ടത്? അതൊരു വ്യത്യാസമായ കാര്യമാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദയോർത്തിന് ഹല്ലേലൂയ പറയാവോ? ലോകത്തിന്റെ സിസ്റ്റം നിയന്ത്രിക്കപ്പെടുന്നത് പിശാചിനല്ല, എന്നാൽ നമ്മളെ നിയന്ത്രിക്കുന്നത് പിശാചിനാൽ അല്ല, ദൈവത്താല നിയന്ത്രിക്കപ്പെടുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് സകലതും നല്ല സമയമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസിക്ക് പൂച്ച കുറുക്കിയാടിയ യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വ്യഭിചാരിയായ സ്ത്രീ നേരെ വന്ന നല്ല ലക്ഷണമാണ്. എൻ്റെ ദൈവമേ, എന്നാ ലക്ഷണമാണ് അത്? ലക്ഷണം കെട്ടവള് നേരെ വന്നാൽ അത് നല്ല ലക്ഷണമാണ്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ മമ്മി വീട്ടിൽ പറയാറുണ്ട്, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന പല്ലി ചലച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോ? അതിനകത്ത് വേറെന്തോ ഉണ്ട് പരിപാടി. സൗരങ്ങളെ സമയത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ഉണ്ടോ? ക്രിസ്ത്യാനിയുടെ അകത്ത് ഈ സാധനങ്ങളാ കൺട്രോൾ ചെയ്യുന്നേ. സത്യത്തിൽ ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത് അത്. പക്ഷെ നമ്മളെ ഇതൊന്നും കൺട്രോൾ ചെയ്തില്ല. പല്ലി ചലച്ച പല്ലിക്ക് കേട്, അത്രേ ഉള്ളൂ. നിങ്ങളാരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ ഇന്നിരുന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോഴേ, അല്ല ഇന്നത്തെ മെസ്സേജിന് വേണ്ടി പ്രിപ്പയർഡ് ആകുമ്പോൾ എന്നോട് കർത്താവ് ചോദിച്ചു, ജോണേ, ക്രിസ്ത്യാനിയ വിശ്വാസത്തില് പക്ഷേ ലോകത്തിന്റെ സിസ്റ്റത്തിലല്ലേ അവരുടെ മൈൻഡ് ഇരിക്കുന്നേ? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ എൻ്റെ മോനും മോളും ഒക്കെ ഉണ്ടായപ്പോഴേ, വീട്ടിൽ വന്ന ഉടനെ ചില ആളുകൾ എത്ര മണിക്കാ ഉണ്ടായേ? ഞാൻ പറഞ്ഞു വൈകുന്നേരം. എന്നാലും സമയം എന്ന് പറയാവോ? എനിക്ക് ആ ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി. ഞാൻ പറയും നല്ല സമയത്താണ് ഉണ്ടായെന്ന് പറഞ്ഞു. കണ്ടോ കണ്ടോ, ആ കൊച്ചിനെ നിയന്ത്രിക്കുന്ന ഏതോ സമയമാണ്. ലോകത്തിന്റെ സിസ്റ്റം അതാ ജോഷ. പക്ഷെ we are not under that system. We are beyond that system. Amen. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഇതൊരു വലിയ കാര്യമാണ്. എന്നാൽ ആളുകൾ പറയുന്നത് എനിക്ക് ജയാളിയായി ജീവിക്കണം. ബ്രദർ, നീ ജയാളിയാക്കുന്നത് ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ ജീവിച്ചത് കൊണ്ടല്ല, ദൈവത്തിന്റെ സിസ്റ്റത്തിലേക്ക് എന്ന് നീ കടന്നോ, ഈ ലോകത്തിന്റെ സമയത്തിനോ കാലത്തിനോ ലക്ഷണങ്ങൾക്കോ നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നീ അതിനെ മറികടക്കുന്നതാണ് ജയാളിയായ ജീവിതം. ഒരു ഭയങ്കര കാര്യമോ? പക്ഷെ നമ്മുടെ ചർച്ചയിൽ വരുന്ന പലൊരാൾ പറയുവോ, ഞാൻ ജയാളിയായി ജീവിക്കാൻ പോവാ. ബ്രദർ, നീ അറിയേണ്ടത് ജയാളിയാകണമെങ്കിൽ ജയാളിയാകേണ്ടതിന് ലോകത്തിന്റെ സിസ്റ്റത്തിലല്ല നീ ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ സിസ്റ്റത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ശബ്ദയോർത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ലോകത്തിന്റെ സിസ്റ്റത്തിലല്ല നിന്റെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്നത്, ദൈവത്തിന്റെ. ഈ ലോകത്തിന്റെ സിസ്റ്റം മുഴുവൻ നിയന്ത്രിക്കുന്നത് പിശാചിന്റെ കരോ. ആ തന്ത്രത്തിനകത്ത് ഞാനായി പോകരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് ഞാൻ പറയുന്നത് അതുപോലെ മനസ്സിലാക്കുന്നവരുണ്ടോ എന്ന് പറഞ്ഞ കാലങ്ങൾ, ലക്ഷണങ്ങൾ, ഇതിലൊന്നുമല്ല നമ്മുടെ ജീവിതങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടത്. സോളി, ഞാൻ കല്യാണം കഴിയണേക്കാൾ മുമ്പേ ഇവിടുത്തെ വര നോക്കിയിട്ട് എത്ര പിള്ളേരുണ്ടാവും എന്ന് പറയുമായിരുന്നു. ഞാൻ നോക്കിയിട്ട് പറയട്ടെ, നിനക്ക് 25 പിള്ളേരെങ്കിലും ഉണ്ടാവേണ്ടതാണ്. കാരണം ഒത്തിരി വരയുണ്ട്. നിന്റെ കൈ നോക്കട്ടെ. ഓ, നിനക്കൊരു 50 ഉണ്ടെങ്കിലും കാണേണ്ട ലക്ഷണമുണ്ട്. മൊത്തം വരയാ. ജോഷ, നമ്മളെ നിയന്ത്രിക്കുന്ന എന്തുവാ? എന്നോടൊരു സഹോദരി ഒരിക്കൽ പറഞ്ഞതേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാം, ബ്രദറെ നിങ്ങൾക്ക് ദൈവം ഒരു വീടുണ്ടാവും. അപ്പൊ പറയോ, ഇത് തന്നെയോ ബ്രദറെ ആ കാക്കാത്തിയും പറഞ്ഞേ. എന്റെ ശ്വാസം പോയി കേട്ടോ. കാക്കാത്തി ഞാൻ ആരുടെ തട്ടിലായി? കാക്കാത്തി ഇപ്പോഴും തത്തയായിട്ട് നടക്കണുള്ളൂ, ഞാൻ വേറെ തട്ടിലായിരിക്കും. അതൊന്നുമില്ല. കണ്ടോ, നമ്മുടെ മനസ്സ് എവിടെയാ കൺട്രോൾ ആയിപ്പെട്ടിരിക്കുന്നത് നോക്കാവോ? ലോകം ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിന് അടുക്കലുള്ള ഒരു ആളെയും എൻ്റെ നെറ്റ് കണ്ടിട്ട് ഒരിക്കൽ പറയുമോ, നിങ്ങൾ ഭയങ്കരമായിട്ട് ഫേമസ് ആകും. എൻ്റെ മമ്മി കുഞ്ഞായിരിക്കുമ്പോഴും വലുതായിരിക്കുമ്പോഴും പറയും, നീ ഫേമസ് ആകൂടാ. എന്താ കാര്യം? നല്ല വീതിയുള്ള നെറ്റിയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞ വീതി കുറഞ്ഞ നെറ്റിക്കാരെ ഇവിടെ നിന്ന് ഷേവ് ചെയ്ത് കളഞ്ഞ അയാളെന്താവും? Are you listening to me? നിങ്ങളോട് ആരും ഇതൊന്നും പറഞ്ഞിട്ടില്ലേ?
നിങ്ങളുടെ തലയിൽ എപ്പോഴെങ്കിലും ഇതൊക്കെ ചിന്ത വന്നിട്ടുണ്ടോ? അങ്ങനെയാണ് ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് കാരണമാതാ അത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് നമ്മുടെ ജയം സ്ട്രക്കായി കിടക്കുന്നത്. ഇന്ന് രാത്രി ആ സാധനത്തെ നമുക്ക് പൊട്ടിച്ചിട്ട് പറയാം, ഞാൻ ഈ ലോകത്തിന്റെ നിയന്ത്രണത്തിലല്ല. ആമേൻ, ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. ഞാൻ ചിന്തിക്കാറുണ്ട്, എന്നോട് സോളി പറയാറുള്ള ഒരു കാളെ, എൻ്റെ പപ്പ പറയുന്നൊരു വാചകം, ആളിൽ കുറിയവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്. ഞാൻ കേട്ടിട്ടുണ്ടോ അങ്ങനെ? ആളിൽ കുറിയവനെ ഉണ്ടോ സിസ്റ്റത്തിന്? ഞാൻ ഒരിക്കൽ ബൈബിൾ വായിച്ചവിടെ മനസ്സിലായി, പൗലോസ് ആള് പൊക്കം കുറവനായിരുന്നു. ഈ പൗലോസിനപ്പോ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ചോദിച്ചാ? വിശ്വസിക്കാൻ പറ്റാവുന്ന കാര്യമല്ലോ എഴുതിയേക്കുന്നത്. കണ്ടോ ഞാൻ പറയും, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആളിൽ കുറിയ ആളെന്നെ എന്ത് വിശ്വസിക്കാൻ പറ്റത്തില്ല? കേട്ടിട്ടില്ലേ നിങ്ങൾ ആരും പറയുന്നത് ശരിയാന്ന് പറഞ്ഞൊരു കൈ ഉയർത്തി കാണിക്കേ. അപ്പൊ നിങ്ങളെല്ലാവരും ഇവരെല്ലാം കേട്ടിട്ടുണ്ട് ചോദിച്ചാ? അപ്പൊ നമ്മള് സിസ്റ്റം എവിടെയാ? അപ്പൊ ആളിൽ കുറിയ ആളുകളെല്ലാം എന്ത് ചെയ്തിരിക്കുക? നമ്മൾ അവരെ അവിശ്വസിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുക ലോകം. ഇതൊരു വലിയ കാര്യമാണ് സഹോദരങ്ങളെ. we don't allow the world to control because we are the children of God. നമ്മൾ ലോകം നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിക്കാറില്ല, കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ആമേൻ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ എന്തിനാ ഈ തുടങ്ങി വെക്കുന്നതെന്നറിയാവോ? ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ലോകത്തിൽ പിശാച് ഒരു സിസ്റ്റം ഉണ്ടാക്കി. ആ സിസ്റ്റത്തിനകത്തേക്ക് ഒരാൾ കയറിയാൽ അവൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാന്ന്. ഭയങ്കര കാര്യമാണ് ചോദിച്ചാ. യേശുവിനോട് പിശാച് വന്നിട്ട് പറയുക, നീ എന്നെ മുട്ടുകുത്തി നമസ്കരിച്ചാൽ ഈ കാണുന്ന സകല ഗ്ലോറിയും നിനക്ക് തരാന്ന്. എന്ന് പറഞ്ഞാൽ എന്റെ സിസ്റ്റത്തിലേക്ക് നീ വന്ന ഞാൻ നിന്നെ എന്ത് ചെയ്യാം? അനുഗ്രഹിക്കാം. പക്ഷെ ദൈവമക്കളോട് കർത്താവ് പറഞ്ഞ എന്താ? നീ ആ സിസ്റ്റത്തെ പൊളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. കണ്ടോ. ഇപ്പൊ നമ്മളെന്തോ കുറച്ച് പിശാചിന്റെ സിസ്റ്റവും, പൂച്ച കുറുക്കി അടി കഴിഞ്ഞാൽ കയറി പോവും, വ്യഭിചാരിയായ ഒരു സ്ത്രീ വന്ന നല്ലതെന്ന് പറഞ്ഞ് ഇറങ്ങി പോവും. ആ സിസ്റ്റവും കുറച്ചിപ്പുറത്ത് ജയാളിയാകുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ സിസ്റ്റവും കൂടെയാണ് നടക്കുന്നത്. ഇത് രണ്ടും കൂടെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പരാജയമുള്ളത്. ലോകത്തിന്റെ സിസ്റ്റത്തിൽ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ സിസ്റ്റത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ആമേൻ. ഒന്ന് ചേർന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞു. ലോകത്തിന്റെ സിസ്റ്റത്തിൽ ജീവിച്ചാൽ ജയം ഉണ്ടാവുമോ? വേദപുസ്തകം പറയുന്നത് ലോകത്തിന്റെ സിസ്റ്റത്തിൽ ജീവിച്ചാൽ, വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞ പിശാചി നൽകുന്ന ഗ്ലോറി അവന് കിട്ടുമെന്നാ. ആമേൻ. പിശാച് നൽകുന്ന എന്ത് കിട്ടും? ഗ്ലോറി അവന് ഉണ്ടാവും. ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ ദൈവത്തെ സേവിക്കാതെ പിശാചിനെ സേവിച്ചാൽ സമ്പത്ത് ഉണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. റോൾസ് റോയ്സ് കാർ ഉണ്ടായിരുന്നു വരും, പക്ഷെ അതിന്റെ കൂടെ അവന് നഷ്ടമാകുന്ന ഒന്ന് മാത്രമുള്ള നിത്യത നഷ്ടമാകും. ഞാൻ ദൈവത്തെ സേവിച്ചാൽ എന്തോ ഉണ്ടാകും? ഇവിടെ വെച്ച് തന്നെ റോൾസ് റോയ്സ് കാറും ഉണ്ടാകും, മുകളിൽ നിത്യതയും ഉണ്ടാകും. ഒന്ന് കൈ അടിച്ചൊരു ആമീൻ പറഞ്ഞു. പക്ഷെ സിസ്റ്റം മാറണം. എന്ത് മാറണം? സിസ്റ്റം മാറണം. എന്നെ കേൾക്കുന്ന ധാരാളം ആളുകളുണ്ട്, അവരെ ഇപ്പോഴും ലോകത്തിന്റെ സിസ്റ്റത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവിക അനുഗ്രഹം ആഗ്രഹിക്കുന്നത്. രണ്ടും കൂടെ നടക്കത്തില്ല. എന്നോടൊരിക്കൽ ഒരാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, വേഗത്തിൽ കാര്യം നടക്കണമെങ്കിൽ യേശുവിന്റെ അടുക്ക പോയിട്ട് കാര്യമില്ലെന്ന്. എനിക്കതും കൂടെ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ എല്ലാ കാര്യം വേഗത്തിൽ നടക്കുന്നുണ്ടല്ലോ, അത് ദൈവപ്രസാദം നിങ്ങളുടെ മേൽ വന്നതുകൊണ്ടായിരിക്കുന്നു. ഞാൻ അയാളോട് കിട്ടിയ ചാൻസ് അയാൾ അടിച്ചു വിരുത്തി പറഞ്ഞു, യേശുവിൽ വിശ്വസിച്ചാൽ മതി, ആ സെക്കൻഡ് ദൈവപ്രസാദം കിട്ടും. Are you listening to me? നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? ഇപ്പൊ ഞാൻ ഒന്നിലേക്ക് വരാം. ഒന്ന്, ഈ ലോകത്തിനൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുക. സമയങ്ങൾ, കാലങ്ങൾ, ലക്ഷണങ്ങൾ എന്ന വിധത്തിൽ ഈ ലോകത്തിൽ പിശാച് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ കയറിയാൽ, ശ്രദ്ധിക്കൂ, ആ സിസ്റ്റത്തിൽ പ്രവേശിച്ചാൽ ഗ്ലോറി ഉണ്ടാകില്ലെന്ന് ബൈബിളിൽ പറയുന്നില്ല. പിശാച് പറഞ്ഞു, ഞാൻ നിനക്ക് തരാം. പക്ഷെ ദൈവമക്കൾ ആ സിസ്റ്റത്തെ പൊളിച്ചുകൊണ്ട് ജയാളിയായി ജീവിക്കേണ്ടതിനാണ് കർത്താവ് നമ്മളെ ആക്കിയിട്ടുള്ളത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് കൈകൾ അടിച്ചു ആമേൻ പറയാം.
നമുക്ക് റോമർ എഴുതിയ ലേഖനങ്ങളിലെ 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം, 2-ാം വാക്യം വായിക്കാം. 1-2 വാക്യങ്ങൾ വായിച്ചോട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. ഇനി അടുത്ത വാചകം ശ്രദ്ധിച്ചോണേ. ഈ ലോകത്തിന് അനുരൂപരാകരുത്. അപ്പൊ നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്തുവാ? ഈ ലോകത്തിന് ഞാൻ എന്താകരുത്. അപ്പൊ ഈ ലോകത്തിൽ നടക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ? അപ്പൊ ദൈവത്തിന് ഇഷ്ടമുള്ളതാണ് ഈ ലോകത്തിൽ നടക്കുന്നതെങ്കിൽ ദൈവം പറഞ്ഞ ഈ ലോകത്തിലേക്ക് നിങ്ങളങ്ങ് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാ പോരെ? ദൈവം പറഞ്ഞ് ഈ ലോകം പോണ പോലെ നിങ്ങൾ പോകരുത്. ഓ, ഈസ് വണ്ടർഫുൾ. നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്തറിയോ? ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കഷ്ണം തിന്നണം. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞേ. ചേര തിന്നുന്ന നാട്ടിൽ പോയാൽ ചേരയുടെ നടുക്കഷ്ണം തിന്നാൻ കർത്താവ് പറഞ്ഞില്ല. അവരോട് അനുരൂപരാകരുത് എന്നാ പറഞ്ഞേ. ആമേൻ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവരുടെ രീതികൾ നിങ്ങൾ പഠിക്കരുത്. അവരുടെ സ്വഭാവത്തിൽ നിങ്ങൾ ആകരുത്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ശബ്ദയോർത്തിന് ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ സോളി ഒരു കഴിഞ്ഞ ദിവസം കാര്യം കേട്ടു. സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തിൽ, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ, സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യത്തിലെ ഒരു പ്രത്യേകതയുള്ളത്, വിവാഹമോചനങ്ങൾ ധാരാളം നടക്കുന്നതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നറിയൂ? ഒരു വർഷം ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിച്ച് നോക്കും. എന്നിട്ട് അവർക്ക് തുടർന്ന് ജീവിക്കാൻ തേരെ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ കല്യാണം കഴിക്കും. സോളി, എങ്ങനെയുണ്ട് പരിപാടി? ഒരു വർഷം അവരെന്ത് ചെയ്യും? ചില ആളുകൾ ഒരു വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒത്തില്ലെങ്കിൽ ഒരു വർഷം കൂടെ ജീവിച്ചു നോക്കും. എന്നിട്ട് ഒത്താൽ അവർ കല്യാണം കഴിക്കും. അല്ലെങ്കിൽ വേറൊരാളോട് കൂടെ പിന്നെ പോയി ജീവിക്കും. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ദൂരെ കിടക്കുവാന്ന്. നമ്മുടെ നാട്ടിലോട്ട് വരുന്നുണ്ട് ആ സാധനം. താമസിക്കാതെ എത്തും. ഒരു 10 വർഷം കഴിയുമ്പോൾ ഇവിടെയും കാണും അത്. കാരണം അതാണ് ലിവിങ് ടുഗദർ എന്ന് പറയുന്നേ. ജീവിച്ചു നോക്കാം. ശരിയാവെങ്കിലല്ലേ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സിന്റെയും കൊച്ചുങ്ങളുണ്ടാകുന്നതിന്റെ കാര്യത്തിന്റെ പുറകെ നടക്കണ്ടല്ലോ. ശരിയാവോ ഒത്താ കെട്ടാം, ഒത്തില്ലെങ്കിൽ തട്ടാം. അങ്ങനെയാ കാര്യങ്ങൾ പോന്നേ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒത്താ കെട്ടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ തട്ടാം, അല്ലെങ്കിൽ വേറെ ആളെ കെട്ടാം. സൗരങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ എന്താ അതിനോട് അനുകൂലിക്കുമില്ലയോ? ഒരു ലോകത്തിന്റെ സിസ്റ്റമാ. നമ്മുടെ നാട്ടിലെ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. എന്തു പറഞ്ഞാൽ ഒരാൾക്ക് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം. അവിടുത്തെ ട്രൈബ് അങ്ങനെയാണ്. ഒരാൾ കല്യാണം കഴിച്ച് ആ സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ആ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് വേറൊരാളോട് കൂടെ പോകണമെന്ന് തീരുമാനം വന്നാൽ ആ ട്രൈബ് അവരെന്ത് ചെയ്യും? അവരുടെ കൂടെ വിടും. 6 മാസം കഴിഞ്ഞിട്ട് വേറെ ആളുടെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ ആ ആളുടെ കൂടെ വിടാം. അത് ഏത് സിസ്റ്റമാ ചോദിച്ചാൽ ലോകത്തിന്റെ സിസ്റ്റമാ. ഈ ലോകത്തിന്റെ രീതികളാ. ലോകത്തിൽ അത് ദൈവഹിതപ്രകാരമല്ല നടക്കുന്നത്. അത് ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല. അപ്പൊ ഈ ലോകത്തിൽ നടക്കുന്ന പലതും എന്തല്ല? ദൈവത്തിന് ഇഷ്ടമല്ല. ഇത് നമ്മുടെ തലയിലോട്ട് വരണം. നമ്മുടെ തലയിൽ വരുന്നത് ഇതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവത്തിന്റെ ഇഷ്ടമല്ല ഇതൊന്നും എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അറിയേണ്ടത് അങ്ങനെയല്ല. ഞാൻ ചിലതിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ ലോകത്തിന്റെ നിയന്ത്രണം മുഴുവൻ പിശാചിനാൽ ആകൊണ്ട് ലോകത്തിൽ നടക്കുന്ന കൂടുതൽ കാര്യങ്ങളും ദൈവഹിത പ്രകാരമല്ല. എന്നാൽ എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവഹിതത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവരേണ്ടതിനാണ്. ഓ, ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറയാവോ? ആമേൻ പറയാവോ? എന്താണ്? ദൈവഹിതത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവരേണ്ടതിനാണ് ആരായിരിക്കുന്നത്? നമ്മളായിരിക്കുന്നത്. ഓ, ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ആമേൻ. എന്റെ കൂടെ ഒന്ന് പറയാം, ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവഹിതത്തെ പ്രദർശിപ്പിക്കാനാണ്. നിങ്ങളുടെ പറ, ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവ ഇഷ്ടത്തെ പ്രദർശിപ്പിക്കാനാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോഴേ, യോഹന്നാന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ, സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ മോനെ. വാക്യങ്ങൾ എന്തെങ്കിലും
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശു പറയുക, ഞാൻ ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ ഭൂമിയിൽ കണ്ടു കടിച്ചതല്ല, എന്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്നതാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ യേശു പറയുക, ഞാൻ ഈ ഭൂമിയിൽ പിതാവിന്റെ ഹിതം നിവർത്തിക്കാനാണ് വന്നിട്ടുള്ളത്. ഹല്ലേലൂയ, ആമേൻ. കുറച്ചും കൂടെ വ്യത്യാസമായി പറഞ്ഞാൽ ഈ ലോകത്തിലെ സിസ്റ്റം പൊളിച്ചിട്ട് ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരുടെ സിസ്റ്റമാ? പിതാവിന്റെ സിസ്റ്റമാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ, ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചോണം. ആരുടെ സിസ്റ്റം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത്? പിതാവിന്റെ സിസ്റ്റം. ഈ പിതാവിന്റെ സിസ്റ്റം ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന ആളുടെ അടുക്കലേക്ക് ഒരിക്കൽ പിശാച് കൊണ്ടുവന്നു, ഒരു സിസ്റ്റം കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് കല്ലാണ്, പിടിച്ചേ, കല്ലാണ്, ഈ കല്ലിനോട് അപ്പമാകാൻ പറ, നിനക്ക് വിശന്നിരിക്കുമല്ലേ. ശ്രദ്ധിക്കുന്നോ? യേശു പറഞ്ഞു, മോനെ, ഈ അപ്പം കൊണ്ട് മാത്രമല്ലടാ ജീവിക്കുന്നത്, ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പുസ്തകത്തിലെ വചനം കൊണ്ട് കയറിയാൽ മതി, ആ കല്ലിന് പകരം, ഭക്ഷണത്തിന് പകരം അത് ധാരാളം മതി. പക്ഷേ ലോകത്തിന്റെ സിസ്റ്റം എന്ത് പറയും? വിശന്നിരുന്ന കുടൽ ഉണങ്ങിപ്പോകും. ലോകത്തിന്റെ സിസ്റ്റം എന്ത് പറയും? ആഹാരം കഴിച്ചില്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും. ലോകത്തിന്റെ സിസ്റ്റം എന്ന് പറയും ആഹാരം കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകും. പക്ഷെ ദൈവത്തിന്റെ സിസ്റ്റം എന്ന് പറയും 40 ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിൽ നീ ചത്തുപോകത്തില്ല. കാരണം കൺട്രോൾ ചെയ്യുന്നത് ദൈവത്തിന്റെ ശരീരമാണ്. കണ്ടോ, പൊളിക്കുവോ? കർത്താവ് വന്നിട്ട് ആദ്യം ചെയ്ത പരിപാടിയെ പൊളിക്കുവോ? എന്തോ വിളിച്ചേ? നീ തിന്നില്ലെങ്കിലും മരിച്ചു പോകത്തില്ല. 40 ദിവസം ആഹാരം കഴിക്കാതെ യേശു ഇരിക്കുവാ. എന്റെ അർത്ഥം എന്തുവാ? ഈ ലോകത്തിലെ ഭക്ഷണമല്ല എന്റെ കൺട്രോൾ. എന്റെ ജീവന്റെ ആധാരം ഭക്ഷണമല്ല, എന്റെ ജീവന്റെ ആധാരം ദൈവത്തിന്റെ വചനമാണ്. ഞാൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കരത്താലാണ്. നിങ്ങളുടെ തലയിൽ അത് തലേ വരുവോ? എന്റെ ജീവന്റെ ആധാരം ഭക്ഷണമല്ല എന്ന് പറഞ്ഞാൽ ബ്രദർ വൈകുന്നേരം കഴിച്ചിട്ടല്ലേ വന്നേ നിങ്ങൾ ചിന്തിക്കരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ഈ ലോകത്തിന്റെ സിസ്റ്റത്തിലല്ല ജീവിച്ചത്. ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നതും ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി സിസ്റ്റത്തിന് വേറെയാ, സിസ്റ്റം വേറെയാ, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം വേറെയാ. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഭയമില്ല. എന്തുകൊണ്ടാണ് ഭയമില്ലാത്ത? ദൈവത്തിന്റെ വചനമാണ്. കൺട്രോളാണ്. ആരുടെ കൺട്രോളില്ല? ദൈവത്തിന്റെ ആത്മാവാണ് ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത്. ആമേൻ. യേശു ഈ ലോകത്തിൽ വന്നത് സിസ്റ്റത്തെ പൊളിക്കാനാണ് എന്ന് പറഞ്ഞേ. പകരം സിസ്റ്റത്തെ പൊളിച്ചിട്ട്, പിശാചിന്റെ സിസ്റ്റത്തെ പൊളിച്ചിട്ട് ദൈവഹിതത്തെ പ്രസന്റ് ചെയ്യാനാണ്. എല്ലാവരും പറഞ്ഞേ, ദൈവഹിതത്തെ പ്രസന്റ് ചെയ്യാനാണ്. യേശുവിലൂടെ ഈ ഭൂമിയിൽ നിറവേറിയതാണ് ദൈവഹിതം. എല്ലാവരും പറഞ്ഞേ, ദൈവ ഇഷ്ടം, ദൈവത്തിന്റെ പ്ലാൻ. അപ്പൊ ഈ ഭൂമിയിൽ നടക്കുന്ന പ്ലാനെ കർത്താവ് അങ്ങ് പൊളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഭൂമിയിൽ നടക്കുന്ന പ്ലാൻ ആരുടെ പ്ലാൻ ആകാൻ പോവുക? ദൈവത്തിന്റെ പ്ലാൻ ആകാൻ പോവുക. അതിനുവേണ്ടിയാ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തു. ശ്രദ്ധിച്ചോണേ ഞാൻ പറയുന്നത്. വരാൻ പോകുന്ന ഉണർവ്, രോഗശാന്തി, അത്ഭുതങ്ങൾ അതൊക്കെ ഉണ്ടാകുമെങ്കിലും എല്ലാറ്റിനേക്കാൾ മുകരി ദൈവത്തിന്റെ പ്ലാൻ ഫുൾഫിൽ ചെയ്യുന്ന ഉണർവായിരിക്കും. ഓ, ഇതൊരു ഭയങ്കര വാചകശം. എന്താ ഞാൻ പറഞ്ഞേ? ദൈവത്തിന്റെ പ്ലാൻ ഈ ഭൂമിയിൽ നിറവേറുന്നതിനായുള്ള ചലനമാണ് അന്തികാല ഉണർവ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ അന്തികാല ഉണർവ് ഉപയോഗിച്ച? ദൈവത്തിന്റെ പ്ലാന് ഈ ഭൂമിയിൽ നിറവേറപ്പെടുന്ന, കംപ്ലീറ്റഡ് ആകുക. അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് രോഗശാന്തിയും ഭൂതശാന്തിയും എല്ലാം. ഇതൊരു വലിയ കാര്യമാണ് സഹോദരൻ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഹിതം നിറവേറുന്ന മൂവ്മെന്റിലേക്ക് വരും. ചില ആളുകൾ പറയും കൊറോണ വന്നെല്ലാം അവസാനിക്കാൻ പോകും. അല്ല. അടുത്ത ഡെൽറ്റ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവസാനിക്കാൻ പോകും. അല്ല. അതിന്റെ കാരണം ദൈവത്തിന്റെ ഹിതത്താൽ ഈ ഭൂമി നിറയപ്പെടണം. അതാണ് അവസാനം. അവിടെ അവസാനം ഉണ്ടാകത്തുള്ളൂ.
ദൈവത്തിന്റെ ഹിതത്താൽ കംപ്ലീറ്റഡ് ആകണം. അങ്ങനെ ഒരു ജനറേഷൻ എഴുന്നേക്കണം. ഒരു വലിയ സുനാമി വന്ന് ആ ദേശത്തെ വിഴുങ്ങുന്നത് പോലെ കർത്താവിന്റെ ഹിതം നിറഞ്ഞിരിക്കുന്ന ആളുകൾ വന്ന് ദേശത്തെ അങ്ങ് വിഴുങ്ങിക്കളയും. സമുദ്രം ഭൂമി നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവഹിതത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകൾ ഭൂമിയെ വിഴുങ്ങിക്കളയും. അവരുടെ പുറകെ ആളുകൾ സഞ്ചരിക്കാൻ തുടങ്ങും. അവരുടെ പുറകെ ആളുകൾ മൂവ് ചെയ്യാൻ തുടങ്ങും. അതാണ് അവസാന കാലഘട്ടം. യോശാൻ പറഞ്ഞു. യോശാന് മനസ്സിലായോ? പറയാമോ യോശാനെ? തീർച്ചയായിട്ടും ദൈവഹിതമാണ് ഭൂമിയിൽ നിറവേറപ്പെടേണ്ടത്. ആ ദൈവഹിതത്തിന് അനുസൃതമായി കാര്യങ്ങൾ, ദൈവത്തിന്റെ പദ്ധതി അത് ഫുൾഫിൽമെന്റിലേക്ക് വരേണ്ടതിനാണ് നമ്മളെല്ലാം ഇവിടെ ആയിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതെല്ലാം നടത്തുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ജനം നമ്മൾ കടന്നു വരികയാണ്. ബ്രദറും പറഞ്ഞു ലോകത്തിന്റെ സിസ്റ്റം കുറിയവരെ വിശ്വസിക്കരുത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത ഒരു സക്കായി കുറിയനായിരുന്നു. അവന്റെ വീട്ടിലാണ് യേശു പോയതായിട്ട്. നല്ല ചിന്തയോ? കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞു. ഈ ബുദ്ധി നമ്മുടെ ഈ പറഞ്ഞ യോശ പറഞ്ഞു, അതിനെ കൂടെ പറയാം. അങ്ങനെ അതുപോലെ ബ്രദർ പറഞ്ഞ കാര്യം പല ദേശത്തും ആളുകൾ താമസിച്ച് നോക്കിയിട്ടാണ് പലർക്ക് വിവാഹം കഴിക്കുന്നത്. പക്ഷേ ഹൗവയ്ക്കും ആദാമിനും ആ ഓപ്ഷൻ ദൈവം കൊടുത്തില്ല. അവർക്ക് ആദാമിനെ തിരഞ്ഞെടുക്കാൻ പോലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചിട്ട് പിന്നെ ആലോചിക്കുക വേണോ വേണ്ടതെന്ന് ലോകത്തിന്റെ സിസ്റ്റം കയറിയതാ. അപ്പൊ ആദാമിന് ആ ഹവ്വയെ കിട്ടിയപ്പോൾ ആദാമിന് ഭയങ്കര സന്തോഷമാണ്. അതാ ദൈവം ചോദിക്കുന്നത്. ആദാമ് ഹവ്വയെ നോക്കി പാട്ടും പാടി സന്തോഷിച്ചു. അതുപോലെ ഇസ്ഹാക്കിന്റെ കാര്യവും, ഇസ്ഹാക്കും പോയി കണ്ടുപിടിച്ച് ഈ ലോകത്തിലെ ആളുകളുടെ സിസ്റ്റം പോലെ കണ്ട് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കല്ലായിരുന്നല്ലോ. എലയാസർ പോയി കൊണ്ടുവന്നത് ഇസ്ഹാക്കിന് ഭയങ്കര അനുഗ്രഹമായി. ഇസ്ഹാക്കിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇസ്ഹാക്കിന് അവളിൽ സ്നേഹമായി, അവളിൽ ഇഷ്ടമായി. അപ്പൊ ആ ലോകത്തിലെ സൃഷ്ടങ്ങളെ അങ്ങനെ ഓരോന്നും പൊളിച്ചെഴുതും. അതുപോലെ ഞാനൊരു വാക്കിയോട് ബ്രദർ പറയുന്നൊരു വാക്യം പോയിട്ട് ബ്രദറെ, ആവർത്തനം 18:10 പറയുക, ലോകത്തിലെ സൃഷ്ടക്കാര് മകനെ മകളെ അഗ്നിപ്രവേശനം ചെയ്യിപ്പിക്കുന്നു. ഞാനത് വായിച്ചോട്ടെ. മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിപ്പിക്കുന്നു, പ്രശ്നം നോക്കുന്നു, മുഹൂർത്തം നോക്കുന്നു, ആഭിചാരകന്, ക്ഷുദ്രക്കാരന്, മന്ത്രവാദി, വെളിച്ചപ്പാടന്, ലക്ഷണം പറയുന്നു, അഞ്ഞനക്കാരൻ, എന്നിങ്ങനെയുള്ളൂ. ഇത് ലോകത്തിലെ സിസ്റ്റം. പക്ഷെ ദൈവചനം പറയുക, നിങ്ങളുടെ ഇടയിൽ കാണരുത്. നമ്മുടെ സിസ്റ്റം വേറെയാ. നമ്മൾ വേറെ സിസ്റ്റത്തിന് കീഴ്പ്പെട്ടാ ജീവിക്കുന്നത്. സൂര്യനോ ചന്ദ്രനോ അല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. പിന്നെ ആരാ നിയന്ത്രിക്കുന്നത്? സർവശക്തനായ ദൈവമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. കൈകളടിച്ച് മോനെ നിനക്ക് പറയാൻ തോന്നി പറഞ്ഞാട്ടെ. ഞാൻ ചിന്തിക്കുകയാണ്, അന്തികാല ഉണർവെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ അവൻ നിറവേറുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ബ്രദർ പറഞ്ഞതുപോലെ എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു എന്നാണ് ലോകം പറയുന്നത്. എന്നാൽ ദൈവഹിതത്തിന്റെ ഫുൾഫിൽമെന്റ് നടക്കാൻ പോവുക. ആമേൻ. ബൈബിളിലെ പ്രവചനങ്ങൾ പലതും നിവൃത്തിയാകാനുള്ളതുകൊണ്ട് ആ നിവൃത്തിയാകാനുള്ള പ്രവചനം ഈ സകല ഭാഷയിൽ നിന്നും ഗോത്രത്തിൽ നിന്നുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത ജനം എവിടെ ചെല്ലുവെന്ന നിത്യതയിൽ കയറുമെന്ന. അപ്പൊ ഈ ജനമെല്ലാം അവസാനിച്ചു പോവുമല്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത, നോക്കിയാൽ തീരാത്ത വലിയൊരു പുരുഷാരം എവിടെ ഉണ്ടാകും? സ്വർഗത്തിക്കാർ എണ്ണിയാ തീരുന്ന ആളല്ല, എണ്ണിയാ തീരാത്ത, നോക്കിയാൽ എത്താത്ത കടല് പോലെയുള്ള എന്ന് പറഞ്ഞ അബ്രഹാമിനുള്ള വാഗ്ദത്തം കിടക്കുക. മണല് പോലെ നിന്റെ സന്തതിയാകും, നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതിയാകും. ആമേൻ. ഇത് എഴുതിയിരിക്കുക കർത്താവ്. ആമേൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആകും. എണ്ണിയാ തീരത്തില്ല, കോടാനുകോടികളുണ്ട്. നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നത് 1000 എണ്ണം ഉണ്ട്, 2000 എണ്ണം ഉണ്ടെന്നില്ല, കോടാനുകോടി എന്തോ ഉണ്ട്. ഭൂമിയിൽ മനുഷ്യനുള്ളതിനേക്കാൾ കൂടുതൽ മേളിൽ എന്തോ ഉണ്ട്. എങ്കിൽ ആ നക്ഷത്രങ്ങൾ ആരെ പോലെ? ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി. അവരെവിടെ കാണും? നിത്യതയിൽ കാണും. ദൈവത്തിന്റെ അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതികളാണ് നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. അവരെവിടെ കാണേണ്ടതാ? എങ്കിൽ അവസാന നാളുകൾ എന്തല്ല, എല്ലാം തീരുവല്ല, എല്ലാം തീരുവല്ല. പറഞ്ഞിട്ടോ. ഞാൻ ബ്രദർ പറഞ്ഞത് വാസ്തവമായ ഒരു കാര്യമാണ്. കാരണം എല്ലാവരുടെ അകത്ത് നിറയപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിന്റെ സിസ്റ്റമാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ അങ്ങേയാഴ്ച എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ പെങ്ങളുടെ മൂത്ത മോൻ ഏകദേശം 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ സമയത്ത് ആ മോന് ഞാൻ കാലാട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മ പെട്ടെന്ന് പറഞ്ഞു, മോനെ കാലാട്ടരുത്, പപ്പയ്ക്കും അമ്മയ്ക്കും ദോഷം വരുമെന്ന്. ഞാൻ മോനടുത്ത് പറഞ്ഞു, മോൻ ആട്ടിക്കോ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു കുഴപ്പമുണ്ടാകും. കാരണം കാലിന്റെ മേൽ കാലി ഒരു അതിന് വേറൊന്നൊരു സാധനമുണ്ട്. അങ്ങനെ 100 കാര്യങ്ങളുണ്ട്. ശരിയാടാ. നമ്മൾ ചിന്തിക്കുന്ന ചെറിയ കാര്യമാണ്. കത്തി പറഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ആ മോനെ തിരുത്താൻ എനിക്ക് കഴിയും. കാരണം നമ്മളിപ്പോൾ ദൈവത്തിന്റെ സിസ്റ്റത്തിലേക്ക്. എടാ, നമ്മള് വൈകുന്നേരം ഇരുന്ന് രാവിലെ കിടന്ന് ചിരിച്ച വീട്ടുകാർ പറയായിരുന്നു, അധികം കിടന്ന് ചിരിക്കേണ്ട, രാത്രി കിടന്ന് കരയുമെന്ന്. സിസ്റ്റം അങ്ങനെ പറഞ്ഞവരൊക്കെ ചിരിച്ചവരൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടുന്നതാണ് പലപ്പോഴും
നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ആമേൻ. സത്യത്തിൽ അതാണ്. സോ സത്യത്തിൽ നമ്മൾ ആരുടെ സിസ്റ്റത്തിൽ ജീവിക്കേണ്ടവരല്ല. ലോകത്തിന്റെ ഈ ലോകത്ത് സോളിക്ക് എന്തെങ്കിലും തോന്നുന്നു, ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ ജീവിക്കേണ്ടവരല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാതെ ലോകമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഞാൻ ഇന്ന് ചിന്തിക്കുമായിരുന്നു, കർത്താവേ, എന്തുകൊണ്ട് ചിലർ പരാജയപ്പെടുന്നത്? അവർ ഈ വചനമൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് ലോകം അവരെ കൺട്രോൾ ചെയ്യും, ലോകത്തിന്റെ സിസ്റ്റം അവരെ കൺട്രോൾ ചെയ്യും. മനസ്സിലായോ? അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാനും തങ്ങളുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കുവാനും ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റത്തെയാ, ലോകത്തിന്റെ സിസ്റ്റത്തെയാ. അത് ആരുടെ കീഴിലാ? ആ ചത്ത പാമ്പിന്റെയാ, നമ്മളല്ല, നമ്മുടെ അല്ല. ദൈവത്തിന്റെ സിസ്റ്റം വേറെയാ. നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ സമയം നോക്കിയോ കാലം നോക്കിയോ അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചാ ചെയ്യുന്നത്. കർത്താവേ, ഞങ്ങളുടെ കല്യാണ രസവിശ, ഞങ്ങളുടെ കല്യാണം നടന്നത് ഒന്ന് ചൊവ്വാഴ്ച ഉറപ്പീര്, വെള്ളിയാഴ്ച കല്യാണം. ഇത് രണ്ടും നടക്കാൻ പാടില്ലാത്ത ദിവസമാണ്. എൻ്റെ വീട്ടുകാർ മുഴുവൻ, കുടുംബക്കാർ, എൻ്റെ പപ്പയുടെ കൂട്ടുകാർ, വേറൊരു ദിവസം നിങ്ങൾക്ക് കല്യാണം വെക്കാൻ പറ്റിയില്ലടാ. എന്നോട് ചോദിച്ച ചോദ്യമോ, ചൊവ്വാഴ്ച ഉറപ്പീര്, വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച വെക്കേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നോട് ചോദിച്ചാൽ എൻ്റെ ഉപ്പാപ്പന്മാര്, ഈ ശനിയാഴ്ച വ്യാഴാഴ്ച വെച്ചോ, അതിനെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, ഈ ദിവസമാണ് എനിക്ക് ഏറ്റവും നല്ല ദിവസം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആലോലിയ പറയാമോ? നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഏത് ഓഡിറ്റോറിയം ഫ്രീയാ? എൻ്റെ കാരണം എന്താ ചോദിച്ചാൽ കല്യാണങ്ങളൊന്നുമില്ല. ഓ, കല്യാണം നടക്കത്തില്ല. പറയും ക്രിസ്ത്യാനിയും അതിനകത്ത് അന്ന് ദിവസം ചെയ്യത്തില്ല, കിട്ടത്തില്ല. ആമേൻ. ചൊവ്വാഴ്ച ദിവസമോ ചൊവ്വാഴ്ച ദിവസം കിട്ടത്തില്ല. കാരണം ആ ദിവസം എന്തില്ല, നല്ല ദിവസമല്ല. നമ്മൾ അറിയേണ്ടത്, നമ്മൾ സിസ്റ്റത്തിലല്ല എന്ന് പറയുകയും നമ്മൾ അറിയാതെ ഒരു സിസ്റ്റത്തിന്റെ കീഴിലായിരിക്കുകയോ ചെയ്യും. അതിനെക്കുറിച്ച് ഏത് ദിവസമാണ് നല്ലതെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് പറഞ്ഞിട്ട് സകലത് നല്ല ദിവസമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 1-ാം ദിവസം നല്ല ദിവസം, 2-ാം ദിവസം നല്ല ദിവസം, എല്ലാ ദിവസവും നല്ല ദിവസം ദൈവത്തിന്റെ സൃഷ്ടി പറഞ്ഞു. ഒരു നല്ല കാര്യമാണ്. 1-ാം ദിവസം ഉണ്ടാക്കി ദൈവം പറഞ്ഞു നല്ലതെന്ന് പറഞ്ഞു, 2-ാം ദിവസം ഉണ്ടാക്കി നല്ലതെന്ന് പറഞ്ഞു, 3-ാം ദിവസം ഉണ്ടാക്കി നല്ലതെന്ന്, ശനിയാഴ്ച ഉണ്ടാക്കിയിട്ട് വളരെ നല്ലതെന്ന് പറഞ്ഞു. ശനിയാഴ്ച എന്തുവായിരുന്നു? ആദ്യം ശബത്തായിരുന്നു, വളരെ നല്ലതായിരുന്നു, സന്തോഷമുള്ള ദിവസമാണ്, നീ വിശ്രമിച്ചോളാൻ പറഞ്ഞു. ആമേൻ. സോ നമ്മുടെ തലയിൽ അങ്ങനെയല്ല. നമ്മൾ ജയമാണ് വിശ്വസിക്കുന്നതെങ്കിലും, ആ ജയത്തിനാണ് വിശ്വാസം പറയുന്നതെങ്കിലും, സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ലോകത്തിന്റെയാണ്. ലോകത്തിന്റെ സിസ്റ്റത്തിലല്ല ഞാൻ ജീവിക്കേണ്ടത്. ബ്രേക്ക് ഇറ്റ്. എന്നിട്ട് പറ, കർത്താവേ, ഞാനൊരു ദിവസമോ കാലമോ നോക്കിയിട്ടല്ല ഞങ്ങൾ ഒരുമിച്ചിരുന്ന്, അല്ലെങ്കിൽ എൻ്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ ചെയ്തത്, കർത്താവ് ഏത് ദിവസമാണെന്ന് തോന്നി ആ ദിവസം ഫിക്സ് ചെയ്തു, അല്ലെങ്കിൽ സൗകര്യമുള്ളൊരു ദിവസം തീരുമാനിച്ചു ആ ദിവസം ഫിക്സ് ചെയ്തു, അത്രേ ഉള്ളൂ. കാരണം എല്ലാ ദിവസവും നല്ലതാ. ഇനി അല്ല എങ്കിൽ പരിശുദ്ധിയാത്മാ, മോനെ, ആ ദിവസം നിനക്ക് മറ്റു കാരണങ്ങൾ കൊണ്ട് പറ്റില്ല. അത് മറ്റൊരു കാരണം കൊണ്ടുമല്ല, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാത്തതേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച് ലോർഡ്. നമുക്ക് ഇന്ന് അല്ല, കർത്താവ് യേശുക്രിസ്തു സുവിശേഷം അറിയിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ കർത്താവ് ഉദ്ദേശിച്ച അർത്ഥം എന്ന് പറയുന്നത്, പിശാചിന്റെ സിസ്റ്റത്തിൽ നിന്ന് മാറി ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവത്തിന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ദൈവിക അനുഭവങ്ങൾ ജീവിക്കുന്ന, അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് കർത്താവ് ചെയ്യാനായിട്ട്. സത്യത്തിൽ അതാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് നമ്മളൊക്കെ അത് മനസ്സിലാക്കിയത്. നോക്ക്, കർത്താവ് പറഞ്ഞു കേട്ടോ, ഈ ലോകത്തിന് നിങ്ങൾ എന്ത് ചെയ്യരുത്, അനുരൂപരാകരുത്. ഈ ലോകത്തിനുള്ളവരല്ല. അതിന് അടുത്ത ശേഷം പറയാം, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. അപ്പോ ഈ ലോകത്തിൽ എന്തില്ല? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇല്ല. ദൈവഹിതം അല്ല എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അവിടെ ഈ ലോകത്തിലപ്പോ നടക്കുന്ന നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം അല്ല. ആമേൻ. ഇപ്പൊ ചിലപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്ന ഒരു കാര്യമായിരുന്നു, നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള 3 പഠിപ്പിക്കുമായിരുന്നു. എനിക്ക് മനസ്സിലായി 3 കേട്ടോ, ദൈവം ഒന്നാണ്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പൗലോസ് ഉപയോഗിച്ചു എന്നുള്ളൂ. ദൈവത്തിന് ഒരു ഹിതമേ ഉള്ളൂ, 3 ഹിതമില്ല. ഇങ്ങനെ ഞാൻ പണ്ടൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് എന്താ പറയുക, നന്മയുള്ള ഹിതം ദൈവത്തിനുണ്ട്, ദൈവത്തിന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹിതമുണ്ട്, പൂർണ്ണമായ ഹിതമുണ്ട്. എന്തുകൊണ്ട്? ഞാൻ എത്രയോ വർഷം പഠിപ്പിച്ചിട്ടുണ്ടെന്നറിയോ, നന്മയുള്ള ജനറൽ വില്ല്, പിന്നെ കുറച്ച് അഡ്ജസ്റ്റബിൾ ആയി പോകുന്ന കാര്യം, പെർഫെക്റ്റ് വില്ല്. അപ്പം ഞാൻ വിചാരിക്കും, നീ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ പോവാം, പൂർണ്ണമായാലും പോവാം. അത് 30, 60, 100 മേനിയായിട്ട് വ്യാഖ്യാനിച്ചു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ദൈവത്തിന് ഒരു ഹിതമേ ഉള്ളൂ, 3 ഹിതമില്ല. അങ്ങനെ ആകെ കുഴഞ്ഞേനെ. പക്ഷേ ദൈവത്തിന് ഒറ്റ ഹിതമേ ഉള്ളൂ. ആ ഹിതത്തിലായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകം ഏതിലല്ല, ആ ഹിതത്തിലല്ല ജീവിക്കുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.